ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി നമ്മുടെ കിച്ചണിലൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനെടുത്ത വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. നമ്മൾ മിക്കവാറും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഈ ചപ്പാത്തി കുഴയ്ക്കാനും അതുപോലെ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് കൈ ഒന്നും തൊടാതെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് നമുക്ക് ചപ്പാത്തി മാവ് എങ്ങനെ കുഴച്ചെടുക്കാന്നുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ഗോതമ്പ് പൊടിയാണ് ആവശ്യമായിട്ടുള്ള അത്ര ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് കൊള്ളുന്ന ആ രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ട്രിപ്പായിട്ട് ഇത് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ എടുത്ത ഗോതമ്പ് പൊടിയുടെ പകുതി അളവിനെക്കാട്ടിൽ താഴെ, കുറച്ചുകൂടി താഴെ, പകുതിയിൽ താഴെ വെള്ളം വേണം ചേർത്ത് കൊടുക്കാന്. നമ്മുടെ പൊടിയുടെ ചില പൊടിയുടെ അളവിനനുസരിച്ച് നമ്മുടെ ഈ വെള്ളത്തിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, ചില പൊടിയുടെ വ്യത്യാസം അനുസരിച്ച്. അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാന്. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പൊ ഞാൻ പൊടി എടുത്തിട്ടുള്ളതിൽ നിന്നും പകുതിയിൽ കുറച്ച് താഴെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് അടിക്കരുത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, വീണ്ടും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അങ്ങനെ 2 വട്ടം ഒന്ന് ഓൺ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അങ്ങനെ ഒരു 2 സെക്കൻഡ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് ഓൺ ഓഫ് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ 2 വട്ടം കൂടി അതേപോലെ ഒന്ന് ചെയ്യാമെങ്കിൽ ഈ മാവ് ഒന്നിച്ച് നല്ലതുപോലെ കുഴഞ്ഞു കിട്ടും. വെള്ളമൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് വെള്ളം കൂടുവോ അല്ലെങ്കിൽ മാവ് കുറഞ്ഞു പോവോ അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ കുറച്ച് വെള്ളവും അല്ലെങ്കിൽ മാവും നമുക്ക് ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ വേണ്ട, ഞാൻ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡിലിരുന്ന് ആ മാവ് എല്ലാം കൂടി നന്നായിട്ട് ചേർന്നിട്ട് ഈ രീതിയിലായിട്ടുണ്ട്. 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുന്നതിനെക്കാട്ടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ കൈ നനയില്ല, കൈ വേദന എടുക്കില്ല. നമ്മൾ രാവിലെ കുഴച്ചെടുക്കുന്ന അല്ലെങ്കിൽ രാത്രി കുഴച്ചു വെക്കുന്നതായാലും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്ക് സാധാരണ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് സമയം എടുക്കും. അച്ചാറിനായിട്ടൊക്കെ വെളുത്തുള്ളി നമ്മൾ പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതിനുള്ള വളരെ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ നമ്മുടെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തല്ലി കൊടുക്കുക. അന്നേരം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഇതുപോലെ അടർന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും വെളുത്തുള്ളി ഒന്ന് വേർതിരിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ എത്ര വെളുത്തുള്ളി ഉണ്ടായാലും നമുക്ക് 1 മിനിറ്റിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് അച്ചാറിടാനായിട്ടൊക്കെ ഒരുപാട് നമ്മൾ പൊളിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ സമയം ലാഭിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണിത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ട് പൊളിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം എടുക്കരുത് കേട്ടോ, തിളയ്ക്കരുത്, നന്നായിട്ട് ചൂടാവുക ചെയ്യണം. അപ്പൊ ഈ ചൂടുവെള്ളം നന്നായിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പകുതിയോളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രത്തിന്റെ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. അപ്പൊ വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇതാ ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് നമ്മുടെ വെളുത്തുള്ളിയുടെ തോലൊക്കെ ദാണ്ട നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ദാണ്ട കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. വെളുത്തുള്ളി തൊലിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് മാറി വരും. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിലും പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ വെളുത്തുള്ളി വൃത്തിയാക്കുന്ന സമയത്ത് അതിന്റെ മുകൾ വശം കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് അതിന്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ദാണ്ട നമ്മുടെ വെളുത്തുള്ളി എല്ലാം ദാണ്ട അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഒരു 3-4 തവണ ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും വെളുത്തുള്ളി ഓരോന്നായിട്ട് പെറുക്കി മാറ്റാവുന്നതാണ്. കണ്ടില്ല, ദാണ്ട തൊലിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ദാണ്ട വളരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ നമുക്ക് വെളുത്തുള്ളി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ഇതേപോലെ ചെയ്യേണ്ട സമയത്ത് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോകാം. പലരും പറയാറുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേ കുഴഞ്ഞ് കട്ട പിടിച്ചൊക്കെ പോകാറുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല, കട്ടയായിട്ടാണ് കിട്ടുന്നതെന്ന്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വിട്ടുവിട്ടുള്ള നല്ല സ്പോഞ്ച് പോലുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ റവ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ വറുത്ത റവ ആയിരിക്കണം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പം റവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുമല്ലോ, ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് അടച്ചു വെച്ചത് കുക്ക് ചെയ്യാറുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് തൂത്ത് നന്നായിട്ട് കൂട്ടി വെച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മുടെ കയ്യിലെ ഇതേപോലെ നമ്മുടെ കയ്യിലെ കുറച്ച് പച്ചവെള്ളം നന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക. അങ്ങനെ 2-3 കൈ പച്ചവെള്ളം നമ്മൾ ഇതുപോലെ തളിച്ചു കൊടുക്കണം. വെള്ളം നമ്മൾ ഗ്ലാസ്സിലൊന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്, ഇതേപോലെ തളിച്ചു കൊടുക്കുകയോ ചെയ്യാവൂ കേട്ടോ. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുന്നതാണ്. അപ്പൊ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ദാണ്ടേ നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് കൈകൊണ്ട് കുറച്ച് വെച്ച വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഉപ്പുമാവിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഞാനതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ടിപ്സ് ഉപയോഗിച്ച് ഇനി ഉപ്പുമാവ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ എല്ലാവരും ഒരു ദിവസം ഒരു നേരമെങ്കിലും ചായ കുടിക്കുന്നവരാണല്ലോ. അപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചായ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമ്മൾ ചായ ഇട്ടാല് അപ്പൊ നമ്മുടെ ചായക്കുള്ള പാലും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ടിപ്പ് കാണിച്ചു തരാം. ഇതേപോലെ തിളച്ച് തൂവെന്ന് തോന്നുമ്പോഴേ നമുക്ക് വേണ്ട ഇതുപോലൊരു സ്പൂൺ ഇതുപോലെ വെച്ചു കൊടുത്താല് പാല് തിളച്ച് തൂവി വെളിയിലോട്ട് പോകില്ല. നമ്മൾ സാധാരണ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകുമ്പോഴേ ഈ പാലൊക്കെ തിളച്ച് മറിയാറുണ്ട്, പുറത്തൊക്കെ വീഴാറുണ്ട്. അപ്പൊ അന്നേരം നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. എന്നും പറഞ്ഞ് പാലൊക്കെ വെച്ചിട്ട് ഒരുപാട് നേരം ഒന്നും പുറത്ത് പോകരുത് കേട്ടോ. അപ്പൊ ജസ്റ്റ് തിളച്ച് തൂവെന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ ഒരു രീതി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, തിളച്ച് ഇങ്ങനെ വന്ന് നിൽക്കും, അത് വെളിയിലോട്ട് പോകില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചായക്ക് ആവശ്യമായിട്ടുള്ള തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ല ഒരു സ്വാദാണ് നമ്മുടെ ചായക്ക് കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു 2-3 തുളസി ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തുളസി ഇല നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാമെങ്കിൽ അത്രയും കൂടി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ മഹാമാരി സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായയാണിത്. അപ്പൊ ഇനി എല്ലാവരും ചായ ഉണ്ടാക്കുമ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ നമ്മുടെ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിക്കാം.
അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.